ശശി തരൂർ നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്നതിൽ ഒട്ടും പിന്നിലല്ല. എപ്പോഴും രാഹുൽ ഗാന്ധിയുടെ നരേന്ദ്രമോദിക്കെതിരായ വിമർശനത്തിന് മറുപടി നൽകുകയാണ് തരൂർ ചെയ്യുന്നത്. 26 ഇന്ത്യയിലെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചതിനുള്ള മറുപടിയാണ് നമ്മൾ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ. രക്തത്തിന്റെയും സിന്ദൂരത്തിന്റെയും നിറം തമ്മിൽ വ്യത്യാസമില്ല. അങ്ങനെ തരൂർ പരാമർശങ്ങൾ ലോക ശ്രദ്ധ പിടിക്കുകയാണ്. അപ്പോഴും സ്വന്തം പ്രസ്ഥാനത്തെ അവഹേളിക്കുക എന്നൊരു ധർമ്മമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ആരോപണം അദ്ദേഹത്തിന് തലയ്ക്ക് മുകളിലുണ്ട്. മോദിയെ വിളിച്ച് നരേന്ദ്ര അടങ്ങൂ എന്ന് ട്രംപ് പറഞ്ഞു എന്ന രാഹുൽ ഗാന്ധിയുടെ പരിഹാസത്തിനും മറുപടി നൽകി തരൂർ രംഗത്തെത്തി. അമേരിക്കൻ പ്രസിഡന്റുമായി ഇന്ത്യക്ക് നല്ല ബന്ധമാണ്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പാകിസ്ഥാൻ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നത് തുറന്നു കാട്ടുക, പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളെ ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ ഭീകര വിരുദ്ധ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നിലെ യുക്തി വിശദീകരിക്കുക എന്നിവയായിരുന്നു 59 അംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രതിനിധി സംഘം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ പലപ്പോഴും ചർച്ചയാകുന്നത് തരൂരാണ്. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ തരൂർ സ്വന്തം വഴി തിരഞ്ഞു പോകുകയാണ്. കോൺഗ്രസ് ശശി തരൂരിന്റെ പേര് പ്രതിനിധിയായി നൽകിയിരുന്നില്ല. അതിനെക്കുറിച്ച് വന്ന വിവാദങ്ങൾ ഏറെ ചർച്ച ചെയ്തതാണ്. BJP അനുകൂലമല്ല താനെന്ന്, രാജ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും വാദിക്കുന്നതെന്നും തരൂർ പറഞ്ഞിരുന്നു. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞാണ് വാക്കുകൾ പലപ്പോഴും അവസാനിപ്പിക്കുന്നത്. രാജ്യസ്നേഹം എടുത്തു കാണിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തി വീണ്ടും കോൺഗ്രസിനെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സംഘപരിവാർ തരൂരിനെ സ്വീകരിക്കുകയാണ്. പക്ഷേ പ്രതിപക്ഷ പ്രതിനിധി ആയതിനാൽ താൻ രാഷ്ട്രീയം പറയില്ല എന്നും അദ്ദേഹം പണ്ട് പറഞ്ഞിരുന്നു. എന്തായാലും കോൺഗ്രസിനു എതിരെ പലപ്പോഴും വാക്കുകൾ മാറുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളോട് വിദേശ പര്യടനത്തിനിടെ ശശി തരൂർ MP പ്രതികരിക്കുന്നില്ല എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ ഭീകരവാദ വിരുദ്ധ നിലപാട് ആഗോള വേദികളിൽ വ്യക്തമാക്കുന്നതിനുള്ള പര്യടനത്തിലാണ് ശശി തരൂർ. ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയ 7 സർവകക്ഷി പ്രതിനിധി സംഘത്തിൽ ഒന്നിന്റെ നേതൃത്വം തരൂരിനാണ്. ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് മുതൽ BJP അനുകൂലി എന്ന പേരിൽ തരൂരിനെതിരെ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുയരുന്നത്. ഞങ്ങളുടെ MP-മാർ ചുറ്റിത്തിരിയുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് ജയറാം രമേശും വിമർശിച്ചിരുന്നു. എന്താണ് തരൂർ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല. സ്വീകാര്യനാവാൻ തരൂർ ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രതിനിധിയാണ് താനെന്നും മറന്ന് സംസാരിച്ചാണ് തരൂർ മുന്നോട്ട് പോകുന്നത്. ഇത് എന്തുകൊണ്ടാണെന്നും അറിയില്ല. BJP തുറന്ന വഴി പോകുമോ എന്നും സംശയം നിലനിൽക്കുന്നുണ്ട്. സിന്ദൂരം ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. വിവാഹിതരായ സ്ത്രീകളുടെ നെറ്റിയിൽ മധ്യഭാഗത്തായാണ് ഇത് പുരട്ടുന്നത്. ഹിന്ദു വിഭാഗത്തിൽ നിന്നല്ലാത്ത സ്ത്രീകളും സിന്ദൂരം ഉപയോഗിക്കാറുണ്ട്. കല്യാണത്തിന് ആരംഭിക്കുന്ന സിന്ദൂരമിടൽ കല്യാണം കഴിഞ്ഞ ദിവസം മുതൽ സ്ത്രീകൾ തുടരുന്നു. പഹൽഗാമിൽ തീവ്രവാദികൾ ചെയ്ത ഭാര്യമാരുടെയും കുട്ടികളുടെയും മുന്നിൽ പുരുഷന്മാരെ വെടിവെച്ചു കൊല്ലുകയും സ്ത്രീകളെ വെറുതെ വിടുകയുമാണ് ചെയ്തത്. എന്നെയും കൊല്ലൂ എന്ന് സ്ത്രീകൾ നിലവിളിച്ചപ്പോൾ ഇല്ല, നീ തിരിച്ചുപോയി ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് അവരോട് പറയൂ എന്നായിരുന്നു തീവ്രവാദികളുടെ ഉത്തരമെന്നും ശശി തരൂർ കൂടിക്കാഴ്ചകളിൽ വ്യക്തമാക്കിയാണ് പ്രതിനിധി സംഘത്തിന്റെ ചുമതല നിർവഹിച്ചു വരുന്നത്. എന്നാലും ശശി തരൂർ കോൺഗ്രസിനെ ചൊടിപ്പിക്കുന്നു എന്ന ആരോപണങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്. കണ്ടറിയാം എന്താണ് തരൂർ എടുക്കുന്ന തീരുമാനമെന്ന്. BJPയിലേക്ക് പോകുമോ എന്നോ കോൺഗ്രസിൽ നിൽക്കുമോ എന്നും ഒരു ഉറപ്പും തരൂർ നൽകുന്നില്ല. കണ്ടറിയാം.